മോർണിംഗ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ GMAW ഹിസ്റ്ററി, പിന്നെ ഇൻട്രൊഡക്ഷൻ, പ്രിൻസിപ്പൽ ഇതെല്ലാം കുറേശ്ശെ നിങ്ങൾ പഠിച്ചതാണ്. അത് നിങ്ങൾ വീട്ടിൽ നിന്ന് വായിച്ചു കാണുമെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്ത സ്റ്റെപ്പിലോട്ട് പോവുകയാണ്. GMAW ടോർച്ചസ്, അതായത് ഗ്യാസ് മെറ്റൽ ആർക്ക് വെൽഡിങ്ങിൻ്റെ ടോർച്ചുകളെ പറ്റി പറയുകയാണ്. The torch connection is the system in which the MIG torch is connected to the wire feeder. There are various types of MIG torch connections. Different manufacturers can use any one of many systems to connect their torch to wire feeder. ടോർച്ചിൻ്റെ മെയിനായിട്ട് വയർ ഫീഡർ, നിങ്ങൾക്കറിയാം, ആ വയർ റോൾ ചെയ്തിരിക്കുന്ന വയറിനകത്ത്, അല്ലെങ്കിൽ നമ്മൾ വെൽഡ് ചെയ്യുന്ന കോർ വയർ അല്ലെ വയറിനകത്തു നിന്ന് ഇങ്ങോട്ട് കണക്ഷൻ കൊടുത്ത് ടോർച്ചിനകം വഴിയാണ് വരുന്നത്. ദ ടോർച്ച് കണക്ഷൻ ഈസ് ദ സിസ്റ്റം ഇൻ വിച്ച് ദ മിഗ് ടോർച്ച് ഈസ് കണക്റ്റഡ് ടു ദ വയർ ഫീഡർ. ആ വയർ ഫീഡറുമായിട്ടുള്ള കണക്ഷനാണ്. അപ്പം നിങ്ങൾ നമ്മുടെ ടോർച്ച് കണ്ടിട്ടുള്ളതാണ്. വെൻ ഓർഡറിങ് എ ന്യൂ ടോർച്ച് ടെൽ ദ സപ്ലയർ. അത് പുതിയൊരു ടോർച്ച് നമ്മൾ ഓർഡർ ചെയ്യുമ്പോഴേക്ക് എന്തൊക്കെയാണ് ആദ്യം പറയേണ്ടത്? ദ ടൈപ്പ് ഓഫ് ടോർച്ച് യു നീഡ് ഇൻക്ലൂഡിങ് ആംബിയറേജ് റേറ്റിംഗ്. അതായത് ആംബിയർ, അതായത് നമ്മുടെ 400 ആംബിയർ, 300 ആംബിയർ, അതുപോലെ ആംബിയറിന് അനുസരിച്ചുള്ള ടോർച്ച് നോക്കണം. ദ ടൈപ്പ് ഓഫ് ടോർച്ച് യു നീഡ് ഇൻക്ലൂഡിങ് ആംബിയറേജ് റേറ്റിംഗ്. B. The type of connection on the feeder so the torch can be supplied to match the connection. നമ്മൾ വാങ്ങുന്ന ഒരു ടോർച്ച് നമ്മുടെ ഫീഡറുമായിട്ട് കറക്റ്റായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കണം. അല്ലാതെ നമ്മൾ വാങ്ങി ഇവിടെ കൊണ്ടുവന്ന് കഴിയുമ്പോഴേക്ക് അത് കണക്റ്റിൽ പിന്നെ തിരിച്ചു കൊടുക്കാൻ അതൊരു സാധ്യമല്ലാത്ത കാര്യമാണ്. അത് കാരണം അത് നോക്കി വാങ്ങാനായിട്ടാണ് ഈ രണ്ട് കാര്യങ്ങളും പറയുന്നത്. The torch connection is also the area where the wire electrode, welding currents and welding gases are passed into the welding torch. This means these components should be checked the damaged or leaky seals etc. so the connection will do its job correctly. നമ്മൾ ടോർച്ച് കണക്ഷൻ കൊടുക്കുമ്പോഴേക്ക് ആ വയർ ഇലക്ട്രോഡിൻ്റെ അവിടെ വെൽഡിംഗ് കറൻറ്റ് ആൻഡ് വെൽഡിംഗ് ഗ്യാസസ് ആർ പാസ്ഡ് ഇൻ ടു ദ വെൽഡിംഗ് ടോർച്ച്. ഈ വയറും ഗ്യാസും കറണ്ടും എല്ലാം ഈ ടോർച്ച് വഴി തന്നെയാണ് വർക്കിംഗ് ഏരിയയിലോട്ട് വരുന്നത്. അപ്പം അതിനകത്തുള്ള കമ്പോണൻ്റ് ഏതെങ്കിലും ലീക്കോ ഡാമേജോ ഉണ്ടെങ്കിൽ അത് വാങ്ങുമ്പോൾ തന്നെ നമ്മൾ അവിടെ വെച്ച് ചെക്ക് ചെയ്ത് വാങ്ങേണ്ടതാണ്. ഇനി നമ്മുടെ ഒരു ചിത്രത്തിൽ ഒരു ടോർച്ച് വരച്ചാൽ അതിൻ്റെ സെക്ഷൻ, അതായത് പകുതി ഇങ്ങനെ മുറിച്ച് കാണുന്ന ഒരു ചിത്രമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ ഓരോ ഭാഗങ്ങൾ ഞാൻ വായിക്കാം. അതിന് നിങ്ങൾ ആ പുസ്തകത്തിൽ, അതുപോലെ നിങ്ങൾ ഈ ടോർച്ച് കൈകാര്യം ചെയ്തിട്ടുള്ളതാണ്. അപ്പോഴേക്ക് എന്തായാലും ഞാൻ ആ ഓരോ പാർട്ട് ഒന്ന് വായിച്ചു തരാം. ഷീൽഡിങ് ഗ്യാസ്, അപ്പോൾ ഷീൽഡിങ് ഗ്യാസ് വരുന്ന ആ വഴിയാണ് ആ കാണിച്ചിരിക്കുന്ന ഒന്ന്. കോമ്പിനേഷൻ കേബിൾ, കാരണം സംയോജിപ്പിക്കുന്ന കൂട്ടിച്ചേരുന്ന കുറേ കേബിളുകളാണ് അവിടെ കാണിച്ചിരിക്കുന്നത്. ഹോളോ ഫ്ലെക്സിബിൾ കറൻറ്റ് ക്യാരിയിങ് ഇലക്ട്രോഡ് ലീഡ്. ഇലക്ട്രോഡ് ലീഡ് അതറിയാലോ, നമ്മുടെ വെൽഡിംഗ് കേബിളാണ് ആ കാണിക്കുന്നത് അതിനകത്ത്. അടുത്തത് കൺട്രോൾ സ്വിച്ച് വയർ. നമ്മൾ ഈ സ്വിച്ചിൻ്റെ കൺട്രോൾ ചെയ്യാനുള്ള സ്വിച്ച് വയറാണ് അതിൻ്റെ അത് വരുന്നത്. അടുത്തത് ടോർച്ച് ഹാൻഡിൽ, അതായത് നമ്മുടെ പിടി. അടുത്തത് ഓൺ ഓഫ് സ്വിച്ച്, കെടുത്താനും ഓണും ഓഫും ചെയ്യാനുള്ള സ്വിച്ച്. ട്രിഗർ, അതായത് അടുത്തത് നമ്മളെ ഈ ഫീഡറിൽ നിന്ന് ഇങ്ങോട്ട് വരുന്ന വയറ് ഇത് ട്രിഗറിനകത്ത് അമർത്തിയെങ്കിൽ മാത്രമേ മുന്നോട്ട് വരത്തുള്ളൂ. ഇലക്ട്രോഡ് വയർ, അതാണ് ഇലക്ട്രോഡ് വയർ. ഫീഡറിനകത്ത് വരുന്ന നമ്മൾ വെൽഡ് ചെയ്യാൻ ഉപയോഗിക്കുന്ന വയറാണ് ഇലക്ട്രോഡ് വയർ. കറൻറ്റ് കോണ്ടാക്ട് ട്യൂബ്, കറൻറ്റ് അതായത് ഈ വെൽഡ് ട്യൂബ് ഇലക്ട്രോഡുമായിട്ട് കോണ്ടാക്ട് ചെയ്യുന്ന ട്യൂബ്. ലാസ്റ്റ് നോസിൽ അറിയാമല്ലോ, അവസാനം ഈ ഫീഡർ വയർ വന്ന് ഈ നോസിൽ വഴിയാണ് വർക്ക് മെറ്റലിലോട്ട് വരുന്നത്. അപ്പം വെൽഡിംഗ് ടോർച്ചിൻ്റെ ഒരുമാതിരി ഒരു പകുതി കട്ട് ചെയ്തിരിക്കുന്ന ഭാഗമാണ് ഇത് കാണിച്ചിരിക്കുന്നത്.
The MIG torch is connected to the wire feeder and its job is to deliver the wire electrode, shielding gas and the current, electrical welding currents to the welding area. അപ്പം ആദ്യമായിട്ട് തന്നെ മിഗ് ടോർച്ചിന് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് വയർ ഫീഡറിൽ നിന്നുള്ളത് വയർ, ഇലക്ട്രോഡ് വയർ, ഷീൽഡിങ് ഗ്യാസ്, ഇലക്ട്രിക്കൽ വെൽഡിങ് കറണ്ട്. ഈ വെൽഡിങ് ഏരിയയിലോട്ടുള്ള ഈ 3 ഐറ്റംസ് ആണ് നമ്മുടെ ടോർച്ച് വഴി വരുന്നത്. There are a lot of different shapes and styles of MIG torch out in the marketplace, but they all have things in common. ഈ പല പല ടൈപ്പിലുള്ള, ഇപ്പം നമ്മളൊരു പേന തന്നെ വാങ്ങാൻ ചെല്ലുമ്പോഴേക്ക് പല ടൈപ്പിലുള്ള പേന കാണും. കാരണം അതിൻ്റെ ഉപയോഗം എന്ന് കഴിഞ്ഞാൽ എഴുത്ത് മാത്രമേ ഉള്ളൂ. പല രീതിയിലും പല ടൈപ്പിലുമുള്ള പേനകൾ കാണും. അതുപോലെ പല ടൈപ്പിലുള്ള ടോർച്ച് ഉണ്ട്. പക്ഷേ ആ ടോർച്ചിൻ്റെ കോമൺ ആയിട്ടുള്ള യൂസ് തന്നെ അത് എല്ലാം ഈ നമ്മൾ നേരത്തെ പറഞ്ഞിരിക്കുന്നത് തന്നെയാണ്. പിന്നെ ഓരോരുത്തരും ഭംഗിക്കും അനുസരിച്ചല്ല ഓരോ കമ്പനിക്കാർ അതായത് രീതി ഇറക്കുന്നതായിരിക്കും. പിന്നെ ഈ ടോർച്ചിനകത്ത് ഏറ്റവും നല്ല മെയിൻ ആയിട്ടുള്ള ഒരു ലൈനർ എന്ന് പറയും. ലൈനർ അതായത് ഒരു സ്പ്രിങ് പോലാണ് ഇരിക്കുന്നത്. അതിനകത്തൂടാണ് നമ്മുടെ ഇലക്ട്രോഡ് വയർ കടന്നു വരുന്നത്. The liner cause the most problems. First, they have a life span that is approximately 1 to 4 rolls of MIG wire depending on the quality of the liner and wire. അതായത് ഇതിനകത്ത് ഒരു ലൈനറിനകത്ത് ഭയങ്കര പ്രോബ്ലം വരുന്നതിനാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 1 തൊട്ട് 4 വരെ റോള് ഈ വയർ, ഇലക്ട്രോഡ് വയർ കഴിയുമ്പോഴേക്ക്, വെൽഡ് ചെയ്ത് കഴിയുമ്പോഴേക്ക് ഈ ലൈനർ മിക്കവാറും സാധാരണ ചീത്തയായി പോകാൻ സാധ്യതയുണ്ട്. ദ ലൈഫ് ഓഫ് ദ ലൈനർ വിൽ ആൾസോ ഇൻക്രീസ് if the operator removes and cleans it by soaking in non-corrosive and non-toxic solvents. അതായത് നമ്മളെ ഈ ഓപ്പറേറ്റർ, അതായത് നമ്മൾ വെൽഡർ ഈ ലൈനർ ക്ലീൻ ചെയ്യണം. ക്ലീൻ ചെയ്തവർ നനഞ്ഞത്, സോക്കിങ് കുതിർന്നതോ നനഞ്ഞതോ പിന്നെ നോൺ ദ്രവിക്കുന്നതോ ആയിട്ടുള്ള അങ്ങനത്തെ ഒരു സാധനവും ഇത് ഉപയോഗിക്കാതെ കറക്റ്റായിട്ട് അത് ക്ലീൻ ചെയ്ത് വെക്കുക. ഈച്ച് വയർ സൈസ് നീഡ്സ് you have the correct wire size liner. Be aware that some lines may fit more than one size of wire. ആ ലൈൻസ് എന്ന് ഉള്ളതിനകത്ത് ലൈനർ എന്ന് തന്നെ വായിക്കണം. അത് ഇത് അടിച്ചപ്പോഴേക്ക് തെറ്റിപ്പോകണം. ലൈനർ എന്ന് തന്നെയാണ് അത് വായിക്കേണ്ടത്. അപ്പം ഈച്ച് വയർ സൈസ് നീഡ്സ് ടു ഹാവ് ദ കറക്റ്റ് വയർ സൈസ് ലൈനർ. നമ്മൾ കൊണ്ടുവന്നിരിക്കുന്ന ഇലക്ട്രോഡ് വയറിന് ആ ലൈനറിനകത്തൂടെ കറക്റ്റായിട്ട് കടന്നു പോകുന്ന തരത്തിലുള്ള ലൈനറാണ് ഉപയോഗിക്കേണ്ടത്. There are also different materials for different types of wire electrodes. Some liners may fit more than one size of wire. മുമ്പേ പറഞ്ഞത് ആ ലൈനറിൻ്റെ സൈസ് ആയിട്ടുള്ള വയർ അല്ലെങ്കിൽ വയറിൻ്റെ സൈസായിട്ടുള്ള ലൈനർ ഇത് ഒരുപോലെ തന്നെയാണ്. There are also different materials for different types of wire electrode. Example, steel or stainless liners for solid wires and Teflon liner and for aluminum. അപ്പം പല ഇത് മെറ്റീരിയൽസിലുള്ള ലൈനേഴ്സ് ഉണ്ട്. അത് നമ്മൾ ഉപയോഗിക്കാൻ പറ്റിയ നമ്മുടെ വയർ, ഇലക്ട്രോഡ് വയറിൻ്റെ അനുസരിച്ചുള്ളത് നമ്മൾ വാങ്ങി ഉപയോഗിക്കണം. അടുത്ത നോസിൽ. നോസിൽ നമ്മൾ ആ പടത്തിനകത്ത് കാണിച്ചതാണ്. അവസാനം നമ്മുടെ വെൽഡിങ് ഏരിയയിലായിട്ട് ആ വയർ കണക്ട് ചെയ്യുന്ന ഭാഗമാണ്, അല്ല കടത്തി വിടുന്ന ഭാഗമാണ് നോസിൽ. Guns are available with straight or curved nozzle, and the curved nozzle provides easy access to intricate joints and difficult to weld. അതായത് ഈ നേരെയുള്ള ടോർച്ചും വളഞ്ഞ നോസിലും ഉണ്ട്. ടോർച്ചല്ല, നോസില് വളഞ്ഞതും നേരെയുള്ള നോസിലും ഉണ്ട്. അപ്പം സങ്കീർണമായിട്ടുള്ള അല്ലെ പ്രയാസപ്പെട്ടുള്ള വെൽഡ് ചെയ്യാനുള്ള ജോയിൻസിനകത്താണ് ഈ ചെരിഞ്ഞ അല്ലെ കർവ് ഉള്ള നോസിൽ ഉപയോഗിക്കുന്നത്, വളഞ്ഞ നോസിൽ ഉപയോഗിക്കുന്നത്.
Next, torch angle. Torch angle. The position of gun and electrode with respect to the joint affects the weld bead shape and penetration rather than arc voltage or travel speed. The position of gun and electrode with respect to the joint affects the welded bead shape and penetration rather than arc voltage or travel speed. അപ്പോൾ നമ്മുടെ ഈ വെൽഡിങ്ങിൻ്റെ ഷേപ്പും അല്ലെ പെനിട്രേഷനും എല്ലാം ഏതാ ആർക്കിൻ്റെ വോൾട്ടേജ് അല്ലെങ്കിൽ ട്രാവൽ സ്പീഡ്, ഇത് വെൽഡ് ചെയ്യുന്ന സ്പീഡിനെ അനുസരിച്ചായിരിക്കും അതിൻ്റെ ഷേപ്പും പെനിട്രേഷനും ഒക്കെ. ദ ഗൺ ഈസ് യൂഷ്വലി മെയിൻറ്റൈൻഡ് വിത്തിൻ 10 to 20 degree on either side of the vertical depending on which way the gun is inclined. The technique is referred to as forehead and backhand. അതായത് ആ രണ്ട് ടൈപ്പിലുള്ള ടെക്നിക്കുണ്ട്, ഫോർഹെഡും ബാക്ക് ഹാൻഡും. നിങ്ങൾക്ക് താഴെയുള്ളൊരു പടത്തിൽ ഈ ഫിഗർ നമ്പർ 5 എന്ന് പറഞ്ഞതിനകത്ത് കൊടുത്തിട്ടുണ്ടത്, അത് നിങ്ങൾ നോക്കണം. അതായത് ഇൻക്ലൈൻ അറിയാമല്ലോ, ഇൻക്ലൈൻ ചെരിഞ്ഞ ഗണ്ണ് ചെരിഞ്ഞ രീതിയിൽ പ്രയോഗിക്കുമ്പോൾ ദ ടെക്നിക് ഓഫ് റെഫേർഡ് ടു ദ ഫോർഹെഡ് ആൻഡ് ബാക്ക് ഹാൻഡ്. ദ വേരിയസ് ഇലക്ട്രോഡ് പൊസിഷൻ ആൻഡ് ടെക്നിക്സ് their effects are shown in figure number 5. 5-നകത്ത് താഴെ ആ പടത്തിനകത്ത് കാണിക്കുന്നുണ്ട്, അത് നിങ്ങൾ മനസ്സിലാക്കി നോക്കണം. ഇറ്റ് ഈസ് ഒബ്സർവ്ഡ് ദാറ്റ് ആസ് ഇലക്ട്രോഡ് ഈസ് ചേഞ്ച്ഡ് ഫ്രം പെർപെൻഡിക്കുലർ ടു ദ ഫോർഹാൻഡ് ടെക്നിക് ദ weld bead becomes shallower and wider and has less penetration. അപ്പം ഇതിൻ്റെ പെർപെൻഡിക്കുലറായിട്ട് വരുമ്പോഴേക്ക് ഇത് ഫോർഹാൻഡ് ടെക്നിക്കിൽ ദ വെൽഡ് ബിക്കംസ് ഷാലോവർ ആൻഡ് വൈഡർ ആൻഡ് ഹാസ് ലെസ് പെനിട്രേഷൻ. അത് അകന്നത് ഷാലോവർ, ആഴം കുറഞ്ഞതും അകന്നതും, ആൻഡ് ഹാസ് ലെസ് കുറഞ്ഞ പെനിട്രേഷനുമായിരിക്കും. ബാക്ക് ഹാൻഡ് ടെക്നിക് gives a more stable arc, less spatter and a narrower, more convex weld bead with deep penetration. Backhand technique gives backhand technique നമുക്ക് കിട്ടുന്നത് നല്ല സ്റ്റേബിൾ ആയിട്ടുള്ള ആർക്ക്, കുറഞ്ഞ സ്പാറ്റർ കുറവായിരിക്കും, നല്ല നാരോ ആയിട്ടുള്ള ബീഡായിരിക്കും, അതുപോലെ കോൺവെക്സ് ആയിരിക്കും. ഡീപ്പ് പെനിട്രേഷൻ, നല്ല ആഴത്തിലുള്ള പെനിട്രേഷൻ, നമുക്ക് ആവശ്യമുള്ള പെനിട്രേഷനും ബാക്ക് ഹാൻഡ് ടെക്നിക്ക് കിട്ടുന്നതായിരിക്കും. പെർപെൻഡിക്കുലർ ടെക്നിക്ക് ഈസ് യൂസ്ഡ് മോർ ഇൻ ഓട്ടോമാറ്റിക് വെൽഡിംഗ് ആൻഡ് അവൈഡ് ഇൻ സെമി ഓട്ടോമാറ്റിക് മോഡ് ബിക്കോസ് ദ എൻഡ് ഓഫ് ദ ഗ്യാസ് നോസിൽ റെസ്ട്രിക്ട്സ് ദ ഓപ്പറേറ്റേഴ്സ് വ്യൂ ഓഫ് ദ വെൽഡ് പൂൾ. ഈ പെർപെൻഡിക്കുലറായിട്ടുള്ള ടെക്നിക്കിനകത്ത് ഓട്ടോമാറ്റിക് വെൽഡിങ്ങിനകത്ത് ആണ് ഉപയോഗിക്കുന്നത്. അതിനകത്ത് കാണിച്ചിട്ടുണ്ട് നടുക്കുള്ള ആ പടത്തിനകത്ത്. അത് നമുക്ക് ആ നേരെ പെർപെൻഡിക്കുലറായിട്ട് നിൽക്കുമ്പോഴേക്കും നമുക്ക് ശരിക്കുള്ള വ്യൂ കിട്ടത്തില്ല. റിസിക്സ് ദ ഓപ്പറേറ്റേഴ്സ് വ്യൂ ഓഫ് ദ വെൽഡ് പൂൾ, ശരിക്കുള്ള വ്യൂ കിട്ടത്തില്ല പെർപെൻഡിക്കുലർ ആകുമ്പോഴേക്കും. അത് കാരണം ഓട്ടോമാറ്റിക് വെൽഡിങ്ങിനാണ് അത് സാധാരണ ഉപയോഗിക്കുന്നത്. Advantages, disadvantages of GMAW over SMA process and applications. Advantage: welding is economical due to the less edge preparation and no step loss. അതായത് എഡ്ജ് പ്രിപ്പറേഷൻ കുറവായിരിക്കും, പിന്നെ സ്റ്റബ് ഇല്ലാതായിരിക്കും, സ്റ്റബില്ല. അതേസമയം SMAW തന്നെ ആർക്ക് വെള്ളിയുമ്പോൾ ഇലക്ട്രോഡിൻ്റെ സ്റ്റബ് കാണും, അതായത് കുറച്ച് ഭാഗം നമുക്ക് ഉപയോഗിക്കാൻ പറ്റത്തില്ല. പ്രൊഡ്യൂസ് ജോയിൻറ്റ്സ് വിത്ത് ഡീപ്പ് പെനിട്രേഷൻ, നല്ല ഡീപ്പായിട്ടുള്ള പെനിട്രേഷൻ കിട്ടും. തിൻ ആൻഡ് തിക്ക് മെറ്റീരിയൽ ക്യാൻ ബി വെൽഡ്, തിന്നായിട്ടുള്ളതും തിക്കായിട്ടുള്ളത്, കനം കുറഞ്ഞതും കനം കൂടിയായിട്ടുള്ള മെറ്റീരിയൽസ് നമുക്ക് വെൽഡ് ചെയ്യാൻ പറ്റും. ഇറ്റ് ക്യാൻ ബി യൂസ്ഡ് ഫോർ വെൽഡിംഗ് ഓഫ് കാർബൺ സ്റ്റീൽസ്, അലോയ് സ്റ്റീൽ, സ്റ്റെയിൻലെസ് സ്റ്റീൽ, കോപ്പർ ആൻഡ് ഇറ്റ്സ് അലോയ്സ്, അലൂമിനിയം ആൻഡ് ഇറ്റ്സ് അലോയ്സ്. അപ്പം നമുക്ക് ഇത് വെൽഡ് ചെയ്യാൻ പറ്റുന്ന ഏതാണ്? അലോയ് സ്റ്റീല്, കാർബൺ സ്റ്റീല്,
സ്റ്റെയിൻലെസ് സ്റ്റീല് കോപ്പർ ആൻഡ് ഇറ്റ്സ് അലോയ്, കോപ്പറും അതിൻ്റെ സങ്കര ലോഹങ്ങളും അലൂമിനിയം ആൻഡ് ഇറ്റ്സ് അലോയ്സ്, അലൂമിനിയം സങ്കര ലോഹങ്ങളും. വെൽഡിങ് ഇൻ ആൾ പൊസിഷൻസ് ക്യാൻ ബി ഡൺ, എല്ലാ പൊസിഷനിലും വെൽഡ് ചെയ്യാൻ പറ്റും. ഡെപ്പോസിറ്റഡ് റേറ്റ് ഈസ് മോർ, ഡെപ്പോസിറ്റ് ചെയ്യുന്നത് അതായത് വെൽഡിങ് ബീഡ് ഒക്കെ ഡിപ്പോസിറ്റ് മെറ്റൽ ഡിപ്പോസിറ്റ് ചെയ്യുന്ന റേറ്റ് കൂടുതലായിരിക്കും. നോ സോളിഡ് ഫ്ലക്സ് എന്നുള്ളതാണ് അവിടെ സാൾട്ട് എന്നാണ് അടിച്ചു പോയിരിക്കുന്നത്. നോ സോളിഡ് ഫ്ലക്സ്, അതായത് നമ്മൾ ഇലക്ട്രോഡ് ആർക്ക് വെൽഡിങ്ങിന് ഉപയോഗിക്കുന്ന ഇലക്ട്രോഡിൻ്റെ പുറത്ത് ഫ്ലെക്സ് ഉണ്ട്, അതുപോലെ സോളിഡ് ആയിട്ടുള്ള ഒരു ഫ്ലെക്സും ഇല്ല. അതിന് ഫ്ലെക്സിന് വരെ നമ്മൾ ഷീൽഡിങ് ഗ്യാസാണ് ഉപയോഗിക്കുന്നത്. അപ്പം ആ സാൾട്ട് എന്നുള്ളത് തെറ്റാണ്. അവിടെ സോളിഡ്, നോ സോളിഡ് ഫ്ലക്സ് ഈസ് യൂസ്ഡ്. നോ നീഡ്സ് നോ ക്ലീനിങ് ഓഫ് സ്ലാഗ് ആഫ്റ്റർ ഈച്ച് റൺ. നമ്മൾ ഓരോ വെൽഡ് ചെയ്യുമ്പോഴേക്കും നമ്മൾ അത് സ്ലാഗ് റിമൂവ് ചെയ്യേണ്ട കാര്യമില്ല, കാരണം സ്ലാഗ് വരുന്നില്ല. അതേസമയം ആർക്ക് വെൽഡിങ് സ്ലാഗ് ഉണ്ടാകും. റെഡ്യൂസ് ഡിസ്റ്റോർഷൻ, അതായത് ഡിസ്റ്റോർഷൻ റെഡ്യൂസ് ചെയ്യുന്നതായിരിക്കും. ഡിസഡ്വാൻറ്റേജസ്, വെൽഡിങ് എക്യുപ്മെൻറ്റ്സ് ഈസ് കോസ്റ്റ്ലി, മോർ കോംപ്ലക്സ് ആൻഡ് ലെസ് പോർട്ടബിൾ. എക്യുപ്മെൻറ്റ് കോസ്റ്റ് ആയിരിക്കും, പിന്നെ പോർട്ടബിൾ അല്ലായിരിക്കും. വലിയ ഒരു മെഷീനായിരിക്കും, അത് പോർട്ടബിളായിട്ട് കൊണ്ടുപോകാൻ സാധിക്കത്തില്ല. പോർട്ടബിളായിട്ട് നമ്മൾ ഇപ്പോഴത്തെ കാലത്ത് ചെറിയ ചെറിയ വെൽഡിംഗ് സെറ്റ് എടുത്തുകൊണ്ട് പോകുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. അതുപോലെ നമുക്ക് കൊണ്ടുപോകാൻ സാധിക്കത്തില്ല. സിൻസ് എയർ ഡ്രിഫ്റ്റ്സ് മേ ഡിസ്റ്റർബ് ഫ്രീ ഫ്ലോ ഓഫ് ദ ഷീൽഡിംഗ് ഗ്യാസ്, GMAW മേ നോട്ട് വർക്ക് വെൽ ഇൻ ഔട്ട്ഡോർ വെൽഡിംഗ്. അതായത് നമ്മൾ ഇതിൻ്റെ പ്രവാഹം, അതായത് എയർ പ്രവാഹം ഉള്ള കാരണം ഇതുണ്ടാകാൻ ഡിസ്റ്റർബ് ആകും. അതായത് പുറത്ത് കൊണ്ടുപോകുമ്പോഴേക്കും പുറത്തു നിന്നുള്ള കാറ്റ്, നമ്മൾ തന്നെ ഒരു വലിയ ഫാൻ വെച്ച് നമുക്ക് അവിടെ വെൽഡ് ചെയ്യാൻ പറ്റുമോ? പറ്റുന്നില്ല. ഫ്രീ ഫ്ലോ ഓഫ് ദ ഷീൽഡിംഗ് ഗ്യാസ്, ആ ഷീൽഡിംഗ് ഗ്യാസിൻ്റെ ഫ്ലോയ്ക്ക് പ്രയാസം ഉണ്ടാകും. GMAW മേ നോട്ട് വർക്ക് വെൽ ഇൻ ഔട്ട്ഡോർ വെൽഡിംഗ്, അതായത് പുറത്ത് തുറസായ ഒരു സ്ഥലത്ത് കൊണ്ട് നമുക്കിത് വെൽഡ് ചെയ്യാൻ പ്രയാസമായിരിക്കും. അതിൻ്റെ ആപ്ലിക്കേഷൻസ്, അതിൻ്റെ പ്രയോജനങ്ങൾ: ദിസ് പ്രോസസ് ക്യാൻ ബി യൂസ്ഡ് ഫോർ വെൽഡിംഗ് കാർബൺ സ്റ്റീൽ, അലോയ് സ്റ്റീൽസ്, സ്റ്റെയിൻലെസ് സ്റ്റീൽ, അലൂമിനിയം, നിക്കൽ ആൻഡ് ദെയർ അലോയ്സ്, ടൈറ്റാനിയം എക്സെട്ര. ഇതുപോലത്തെ ലോഹങ്ങൾ വെൽഡ് ചെയ്യാം. ലൈറ്റ് ആൻഡ് ഹെവി ഫാബ്രിക്കേഷൻ വർക്ക്, ചെറുതും വലുതുമായ ഫാബ്രിക്കേഷൻ വർക്ക് ചെയ്യാം. The process is successfully used in ship building, fabrication of pressure vessels and automobile industries. അതായത് ഷിപ്പ്, കപ്പൽ നിർമ്മാണശാലയിൽ, പിന്നെ വലിയ ഈ റിഫൈനറി പോലെയുള്ള അവിടുത്തെ വലിയ വെസൽസ് ആൻഡ് ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രീസിലും ഈ വെൽഡിങ് കൂടുതലായിട്ട് പ്രയോജനപ്പെടുന്നതായിരിക്കും. Process variables of GMAW അല്ലെ GMA welding process parameter variables. The following parameters must be considered in the welding procedure of GMAW or CO2 welding. ഒന്ന്, electrode size, rate of wire feed അല്ലെങ്കിൽ welding current, ആർക്ക് വോൾട്ടേജ്, സ്റ്റിക്ക് ഔട്ട്, വെൽഡിംഗ് പൊസിഷൻ, ഷീൽഡിംഗ് ഗ്യാസ്, ട്രാവൽ സ്പീഡ്, ഇലക്ട്രോഡ് എന്നല്ല, ഇലക്ട്രോഡ് പൊസിഷൻ എന്നാണ്. ഇലക്ട്രോഡ് അത് ELECTROD എന്ന് അത് വായിക്കണം. ഇലക്ട്രോഡ് അല്ല, ഇലക്ട്രോഡാണ്. അപ്പം ഇത്തരം കാര്യങ്ങളാണ് നിങ്ങൾ ഇത് നോക്കേണ്ടത്. ഇലക്ട്രോഡ്, ട്രാവൽ സ്പീഡ്, ഷീൽഡിംഗ് ഗ്യാസ്, വെൽഡിംഗ് പൊസിഷൻ, സ്റ്റിക്ക് ഔട്ട്, ആർക്ക് വോൾട്ടേജ്, റേറ്റ് ഓഫ് വയർ ഫീഡ്, ഇലക്ട്രോഡ് സൈസ്. അപ്പം അടുത്തത് ഇലക്ട്രോഡ്. നമ്മൾ സാധാരണ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞാണ് CCMS ഇലക്ട്രോഡ് പോലെ നമ്മൾ റോൾ ചെയ്ത് വെച്ചിരിക്കുന്നത്. ആ ഇലക്ട്രോഡാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. Electrode. Best results are obtained by using the proper size wire for the thickness of the metal to be welded and the position in which the welding is to be done.
അതായത് യൂസിങ് പ്രോപ്പർ അതിൻ്റെ കറക്റ്റായിട്ട് സൈസുള്ള വെൽഡിങ്ങിന് ഡയമീറ്ററുള്ള വയർ ഉപയോഗിക്കുക. ഏത് തിക്നെസ്സാണോ ആ തിക്നെസ് അനുസരിച്ചുള്ള വയർ ഉപയോഗിക്കുക. ടു ബി വെൽഡഡ് ആൻഡ് പൊസിഷൻ കറക്റ്റായിട്ടുള്ള വെൽഡിങ് പൊസിഷൻ ഉപയോഗിക്കുക. അപ്പോഴേക്കും കറക്റ്റായിട്ടുള്ള വെൽഡിങ് കിട്ടുക. അതിനെ പറ്റിയ ഇലക്ട്രോഡിൻ്റെ ആംഗിളും ഇലക്ട്രോഡിൻ്റെ പൊസിഷനും എല്ലാ ഇലക്ട്രോഡിൻ്റെ കവറെ തന്നെ നിങ്ങൾക്ക് അറിയത്തില്ല, കവറെ തന്നെ ഇത് പറഞ്ഞിട്ടുള്ളതായിരിക്കും. ഇലക്ട്രോഡ് വയർ ഷുഡ് ബി ഓഫ് ദ സെയിം കോമ്പോസിഷൻ ആസ് ദാറ്റ് ഓഫ് ദ മെറ്റീരിയൽ ബീയിങ് വെൽഡഡ്. സാധാരണ നമ്മൾ പറയുന്നത് ആ വെൽഡ് ചെയ്യുന്ന മെറ്റീരിയൽ അനുസരിച്ചുള്ള ഇലക്ട്രോഡ് വയർ തന്നെ ആയിരിക്കും അത് ഉപയോഗിക്കേണ്ടത്. ഇപ്പോൾ സ്വർണ്ണമാണെങ്കിൽ സ്വർണ്ണം, വെള്ളിയാണെങ്കിൽ വെള്ളി, കാർബൺ സ്റ്റീലാണ് കാർബൺ സ്റ്റീൽ. അതുപോലെ ബേസിക് വയർ ഡയമീറ്റേഴ്സ് ആർ 0.8 mm to 1 mm, 1.2 mm, 1.6 mm ആൻഡ് 2.4 mm. സാധാരണ ബേസിക് ആയിട്ടുള്ള വയറിൻ്റെ ഡയമീറ്റർ 0.8, 1, 1.2, 1.6 ആൻഡ് 2.7. ഇതുപോലെ ഇത്ര മില്ലിമീറ്ററിലുള്ള ബേസിക് ഡയമീറ്ററാണ് സാധാരണ ഉപയോഗിക്കുന്നത്. വെൽഡിംഗ് കറണ്ട്. ദ വയർ ഫീഡ് സ്പീഡ് വിൽ കൺട്രോൾ ദ കറണ്ട്സ്. എ വൈഡ് റേഞ്ച് ഓഫ് കറണ്ട്സ് വാല്യൂസ് ക്യാൻ ബി യൂസ്ഡ് വിത്ത് ഈച്ച് വയർ ഡയമീറ്റർ. അതായത് നമ്മുടെ ഡയമീറ്റർ അനുസരിച്ചുള്ള ആംപിയർ കറണ്ടാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. ദിസ് പെർമിറ്റ് വെൽഡിംഗ് മെറ്റൽ ഓഫ് വേരിയസ് തിക്നെസ് വിത്തൗട്ട് ഹാവിങ് ടു ചേഞ്ച് ദ വയർ ഡയമീറ്റർ. ആ നമ്മുടെ വെൽഡ് ചെയ്യാനുള്ള മെറ്റലിൻ്റെ തിക്നെസ് അനുസരിച്ചുകൊണ്ട് നമ്മൾ ചേഞ്ച് ചെയ്യണം. അതുപോലെ കറണ്ട് ചേഞ്ച് ചെയ്യണം. രണ്ടും കറണ്ട് ചേഞ്ച് ചെയ്യുന്നത് നമ്മുടെ തിക്നെസ്സും വയറിൻ്റെ വെൽഡിങ് വയറിൻ്റെ ഇലക്ട്രോഡ് വയറിൻ്റെ ഡയമീറ്റർ അനുസരിച്ച് കറണ്ട് ചെയ്യണം. ദ കറണ്ട് ചേഞ്ച് ചെയ്യണം. ദ കറണ്ട് സെറ്റുകൾ ഷുഡ് ബി ഹൈ എനഫ് ടു സെക്യൂർ ദ ഡിസൈർഡ് പെനിട്രേഷൻ ആൻഡ് ലോ എനഫ് ടു അവോയ്ഡ് അണ്ടർ കട്ടിങ് ടു ബേഡ് ത്രൂ. അതായത് കറണ്ട് കൂടി തന്നെ എടുക്കും. നമ്മൾ കറണ്ട് കൂടി കഴിഞ്ഞാൽ അണ്ടർ കട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ട്. ഒരു മെറ്റലിൻ്റെ രണ്ട് സൈഡ് വെല്ലുമ്പോൾ രണ്ട് സൈഡും ഈ റാ പോലെ ഇങ്ങനെ കട്ട് ചെയ്ത് പോകും. അപ്പോൾ അതിന് അണ്ടർ കട്ടിങ് എന്ന് പറയും. നിങ്ങൾ കഴിഞ്ഞ പഠിച്ചിട്ടുള്ളതാണ്. പിന്നെ ബേൺ ത്രൂ, അതിൽ കത്തിപ്പോവുക. നമ്മൾ പറയുന്നില്ല പെട്ടെന്ന് എല്ലാം കൂടെ കത്തിപ്പോകുന്നത്. അപ്പോൾ കറണ്ട് കൂടുതലായി കഴിഞ്ഞാൽ അതുപോലെ വയറിൻ്റെ തിക്നെസ്സിനേക്കാളും കൂടുതൽ കറണ്ട് അല്ലെ ഡയമീറ്ററിനേക്കാളും കൂടുതൽ കറണ്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ത്രൂ ആയിട്ട് കത്തിപ്പോകാനും സാധ്യതയുണ്ട്. ദ സക്സസ് ഓഫ് GMAW വെൽഡിംഗ് ഈസ് ഡ്യൂ ടു ദ concentration of high current density at the electrode tip. അപ്പോൾ നിങ്ങൾക്കറിയാം ഇലക്ട്രോഡ് ടിപ്പിനകത്താണ് ഈ സംഭവം. അതിൻ്റെ സാന്ദ്രതയെല്ലാം കറക്റ്റ് ഇലക്ട്രോഡ് ടിപ്പിനകത്താണ്. അപ്പോൾ കറണ്ട് കൂടുന്നതനുസരിച്ച് എവിടെ ഇതിൻ്റെ അനുഭവപ്പെടുന്നത് ഇലക്ട്രോഡിൻ്റെ ടിപ്പിൻ്റെ അവിടെ ആയിരിക്കും. ജനറൽ ഡേറ്റ ഓൺ കറണ്ട് സെലക്ഷൻ ഈസ് ഗിവൺ ദ ടേബിൾ ഗിവൺ ബിലോ. അപ്പോൾ ഇതിൻ്റെ പാഠത്തിൻ്റെ അതായത് പേജ് നമ്പർ 21 ഇത് ഇപ്പം ഞാൻ പറഞ്ഞത്. അതിൻ്റെ താഴെ റേഞ്ച് ഓഫ് വയർ ഫീഡ് റേറ്റ് ഇൻ CO2 വെൽഡിംഗ് അത് അങ്ങനെ ഒരു ടേബിളുണ്ട്. അത് നിങ്ങൾ പഠിക്കുക. അതുപോലെ അടുത്ത ക്ലാസ്സിൽ ഇത്രയും പറഞ്ഞു തന്നതിൻ്റെ ഒരു 10 ക്വസ്റ്റ്യനോളം ചോദിക്കുന്നതായിരിക്കും. അത് പറയും. നിങ്ങൾ അതിൻ്റെ ആൻസർ കണ്ടുപിടിച്ച് എന്നെ വിളിച്ച് പറയേണ്ടതാണ്. എന്ന് ഗുഡ് ബൈ.